ഈ പൂവാണ് ഈ കപ്പലണ്ടിയാണത്. ദാ വേര് വന്നിരിക്കുന്ന കണ്ടോ, ഇതിന്നിപ്പോൾ ചരിച്ചു വെച്ച് മണ്ണിടും. ദാ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. എന്ത് നല്ല വൃത്തിയുള്ള കപ്പലണ്ടി, മണലിലുണ്ടാവുന്ന കപ്പലണ്ടി ഇങ്ങനെ ഇരിക്കും. വേണ്ട, ഇത് അത്രയും വളഞ്ഞു കിടക്കുന്ന കപ്പലണ്ടിയാണ്. ഈ ഒരു കപ്പലണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ദൈവം എന്തുമാത്രം തരുന്നു. ഇതിനകത്ത് വല്ല ജോലിയുണ്ടോ? മണ്ണ് നോക്കിയ മണ്ണിന്റെ വിളക്കൂറ് നോക്കി. ഗണപതി വള്ളി എന്നാണ് അറിയപ്പെടുന്നത്. കുറ്റി ഗണപതി വള്ളി. ചീര അതിന്റെ വിത്ത് കിടന്ന് പൊടിച്ചതാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും എൻ്റെ കപ്പലണ്ടി കൃഷിയുടെ ഇത് എല്ലാം കണ്ടു കാണും. അടുത്ത ഞാൻ കപ്പലണ്ടി വിളയെടുക്കുകയാണ്, നിങ്ങളെല്ലാവരും കാണണം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് കുറേ പേര് വിളിച്ചിരുന്നു. കൂടുതലും വിളിച്ച മലപ്പുറം, കണ്ണൂർ ഭാഗത്തുനിന്നാണ്. അവർക്കെല്ലാവർക്കും കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 ദിവസമായിട്ടുള്ള ഈ കപ്പലണ്ടി ഞാൻ നട്ടിട്ട് അതിപ്പോൾ പുഴുവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും എൻ്റെ കപ്പലണ്ടി കൃഷിയുടെ ഇത് എല്ലാം കണ്ടു കാണും. അടുത്ത ഞാൻ കപ്പലണ്ടി വിളയെടുക്കുകയാണ്, നിങ്ങളെല്ലാവരും കാണണം ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വെരി സിമ്പിൾ, ഒന്നും പഠിക്കാനൊന്നുമില്ല. നമ്മൾ നോക്കൂ, ഞാൻ കൃഷി ചെയ്ത കപ്പലണ്ടിയാണ്. നമ്മൾ ഉണക്ക് സമയത്ത് നമ്മൾ കൃഷി ചെയ്ത കപ്പലണ്ടി. നിങ്ങൾ വിപണിയിൽ ചെന്ന ഇത്രയും നല്ല കപ്പലണ്ടി കിട്ടത്തില്ല. നമുക്ക് ഇത് ഒരു അരിയാണ് ഇതിൻ്റെ മുതൽ മുടക്ക്. എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കൂ. അത് നമ്മൾ ഈ ഉണക്ക് കാലത്ത് നമ്മൾ കൃഷി ചെയ്താണ്. ഞാൻ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വയലിലാണ്. ഇപ്പോൾ ഒരു തടം പോലും ഞാൻ പുഴുതിട്ടില്ല. അത് ഇത്രയും കിടക്കുകയാണ്. ഇത് 1 കിലോ 120, 130 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ കപ്പലണ്ടി കൃഷി നിങ്ങൾ ചെയ്യണം. ചെയ്യുന്ന മഴ സമയത്ത് ചെയ്യരുത്, വേനൽ സമയത്തേ ചെയ്യാവൂ. ഇതിപ്പോൾ 84 ദിവസമായിട്ടുള്ള ഈ കപ്പലണ്ടി ഞാൻ നട്ടിട്ട് അതിപ്പോൾ പുഴുവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ശരിക്കും പറഞ്ഞു തന്നാൽ ഇപ്പോൾ ദാ ചെറിയ ഒരു മഴ വന്നു. വേണ്ട, കപ്പലണ്ടി പാകമായി വന്നു കഴിഞ്ഞാൽ 90 ദിവസമാണ് ഇത്. ഇതാ ഇപ്പം 5 ദിവസത്തിന് മുമ്പേ മഴ വന്നു. ഇതാ എൻ്റെ കപ്പലണ്ടി 4-5 മൂട് കുരുത്തുപോയി. അതുകൊണ്ടാണ് ഇപ്പം പുഴുവാണ്. ഇനി ഒരു 6-7 ദിവസം കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇത് മുളിഞ്ഞ് നല്ല സുക്കൂത്തായി കിടക്കും. ഇതാ കപ്പലണ്ടിയുടെ അരികളൊക്കെ നിങ്ങൾ കാണണം. കപ്പലണ്ടി തോലിച്ച് വേണ്ട എടുക്കാൻ പോലും പറ്റുന്നില്ല, അത്ര നിറ അരിയാണ്. വേണ്ട, ഇത്രയും നല്ല കപ്പലണ്ടി നിങ്ങൾക്ക് വിപണിയിൽ കിട്ടരുതാ. നല്ല പാകമായി കിടക്കുകയാണ് കപ്പലണ്ടി. ഇത് അവിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് നല്ല വിത്ത് നോക്കി എടുത്ത് പൊട്ടിക്കാൻ പറ്റത്തില്ല. അത് അത്ര ഇതാണ്, നിറഞ്ഞ് കിടക്കുകയാണ്. ഇതാ എന്ത് നല്ല ക്വാളിറ്റിയുള്ള നമ്മളെ മരുഭൂമിയിൽ ഉണ്ടാകും കണക്കുള്ള കപ്പലണ്ടിയാണ്. ഇതേ കണക്കുള്ള കപ്പലണ്ടി കിട്ടും ആസാമിലൊക്കെ കാണും, വലിയ കുരുവുള്ള കപ്പലണ്ടി. നമ്മുടെ കേരളത്തിലൊന്നും കാണത്തില്ല. എല്ലാവരും കൃഷി ചെയ്യണം. ഈ പൊതുവേ ചോദിച്ച സംശയങ്ങളെന്ന് പറഞ്ഞാൽ, ഈ കപ്പലണ്ടി നമ്മൾ ഇതുവരെ ഇങ്ങനെ നിങ്ങൾ പകർന്നു തന്ന ഇതണക്ക് കുരുവിലാണ്, ഈ നാരിലാണ് വന്ന ഒരു കുരോത്തുണ്ടായി കപ്പലണ്ടി ഉണ്ടാവണമെന്ന് അറിയത്തില്ലായിരുന്നു അവർ. ഇപ്പോൾ കുറേ കർഷകരെ വിളിച്ചിട്ട് ഇപ്പം പറയണം, ഇത് നിങ്ങൾ ഈ വീഡിയോ ഇട്ടത് നല്ലതായിപ്പോയി. കാരണം വെച്ചാൽ എല്ലാവരും വിചാരിച്ച് പൂ വരും മുമ്പേ മണ്ണിട്ട് കൊടുക്കും. അപ്പോൾ വേര് നാര് വരില്ല. ആ മൊട്ട് വന്ന് ഒരു മൊട്ടിനകത്താണ് ഈ കപ്പലണ്ടി ഇറങ്ങുന്നത്. അത് ആർക്കും അറിയില്ല. ഇത് 5-6 പ്രാവശ്യം മണ്ണ് വയ്ക്കും. മണ്ണ് വെക്കരുത്. ഇത് നമ്മൾ ഒറ്റ പൂവിൽ മണ്ണ് വെച്ചതാണ്. ഇനി മേലിലോട്ടുണ്ട്. ഇതൊക്കെ മൊട്ടി വരുന്നത്, ഇതൊക്കെ മണ്ണിടാതെ ഇരുന്ന് ആയിപ്പോയതാണ്. ഇതിൽ മണ്ണ് വെക്കുമ്പോൾ ഇതിൻ്റെ ഡേറ്റ് വ്യത്യാസം വരും. ഇത് പിഞ്ചായിരിക്കും. അപ്പം കർഷകരെന്തിനു ചെയ്യുമെന്ന് പറയാം, ആദ്യം ഇതായിരിക്കും നമ്മൾ ചെന്ന് തോണ്ടണത്, പിഞ്ചായിരിക്കും. അപ്പം ഇതെന്തോ ഈ മണ്ണ് നനഞ്ഞ് ഉരുത്തു പോവും. അപ്പം ഇതുമില്ലാതാവും, ഇതുമില്ലാതാവും, രണ്ടുമില്ലാതെ. നമ്മൾ ഒറ്റ പ്രാവശ്യം മണ്ണിടാവും. ഒരു പ്രാവശ്യം മണ്ണിട്ട് മൊത്തം കപ്പലണ്ടി ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരു കപ്പലണ്ടി ഇട്ടു, നോക്കി എത്ര എണ്ണം ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഇട്ടു. ഈ ഒരു കപ്പലണ്ടിയാണ് ഞാൻ നട്ടയക്കുന്നത്.
ദൈവം പ്രകൃതി നമുക്ക് ഇത്രയും തന്നാൽ പോരെ, ഇതിൽ കൂടുതൽ തരണോ? ഈ കച്ചിയിലിരിക്കുന്നത് കൂടുതൽ നൈട്രജനാണ് കച്ചിയിലിരിക്കുന്നത്. അതായത് 1 കിലോ കച്ചി കൊടുത്താൽ ഒരു പശുവിന്, കറക്കുന്ന പശുവിന് 1 കിലോ കച്ചി കൊടുത്താൽ നമ്മളിതെന്താ ഉണക്കി കച്ചിയാക്കി വെക്കും. എന്നിട്ട് മഴ സമയത്ത് ഇതിൽ നിന്ന് ഈ 2 മൂട എടുത്തിട്ട് കൊടുക്കും. നമ്മളെ വക്കോല് കൊടുക്കും കണക്ക്. പണ്ട് എൻ്റെ സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, നമ്മൾ അധ്യാപകനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പണ്ട് പയറ് ഈ ഭാഗത്തൊക്കെ തന്നെയും പയറാണ് ഇടുന്നത്. പയറിട്ടിട്ട് ഈ കച്ചിൽ അറുത്ത് കൊണ്ടുവന്ന് പില്ലൂട്ടിൽ അടുക്കി വെക്കും. ഈ കാലവർഷം വരുമ്പോൾ ഇതാണ് എടുത്ത് പശുക്കൾക്ക് കൊടുക്കുന്നത്. ഇപ്പോഴാണ് ഈ തമിഴൻ്റെ വക്കോല് വാച്ച്, യൂറിയ ഇട്ട വക്കോല് വാച്ച് കൊടുക്കും. ആ പശു വക്കോല് ഇതിനോട് എങ്ങനെയാന്ന് തൊട്ടാ യൂറിയയും കരിപ്പട്ടി ആ പശുവിന് ഉപ്പിരസവും മധുരവും കാണും. അതേസമയത്ത് നമ്മൾ വയലിൽ കൃഷി ചെയ്താൽ ഇപ്പം പശുവിന് വക്കോലിട്ടാൽ വക്കോലിനുമില്ല, നാടൻ വക്കോൽ ഇപ്പോൾ പശുവിനുമില്ല, പശു തട്ടി ദൂരെ എറിയും. അതേസമയത്ത് മറ്റേ വക്കോല് തിന്ന തമിഴ്നാട്ടിലെ വക്കോല് തിന്നുമ്പോൾ ഉപ്പിരസം ഉണ്ടാവും. അതുകൊണ്ടാണ് വക്കോല് ശരിക്കും ക്യാച്ച് ചെയ്യണത്. അങ്ങനെയുള്ള വക്കോല് കൊടുക്കരുത്. ഇതാണ് സംഗതി. വെരി സിമ്പിൾ. എല്ലാവരും കൃഷി ചെയ്യണം. ഇപ്പം തന്നെ ഇത് പുഴുത് എത്ര കിലോ കപ്പലണ്ടി ഇപ്പം ഇതിൽ നിന്ന് എടുക്കും ഞാൻ. ഇനി ഇത് പറിച്ച് നാളെ രാവിലെ ചിറ്റാറ്റ് മാർക്കറ്റിനകത്ത് പോകും, എല്ലാവർക്കും കൊടുക്കും. ഇപ്പം ഇന്ന് കൊണ്ടുവന്ന് പുഴുത അടുക്കി വെച്ച് നാളെ കൂടെ അടുക്കി വയ്ക്കുമ്പോൾ മറ്റന്നാൾ തൊട്ട് ഇത് കംപ്ലീറ്റ് തീരും. ഇനിയിപ്പോൾ അടുത്തത് 10-ാം അധ്യായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പാടം വൃത്തിയാക്കി നെല്ല് പാവും. മൂന്ന് മാസമാണ് ഈ കപ്പലണ്ടിയുടെ അളവ്. ഇതിപ്പോൾ നേരത്തെ പുഴുവാനുള്ള കാരണം ഇന്നിപ്പോൾ കാലവർഷമായി. ഇനി നമ്മൾ പുഴുത് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയടിക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മണ്ണ് തണുത്ത് കഴിഞ്ഞാൽ കുരുത്തു പോകും. അതുകൊണ്ടാണ് പറയണത് മലയാള മാസം കുംഭം, മകരം, കുംഭം, മീനം ഈ 3 മാസങ്ങളിലാണ് കപ്പലണ്ടി ചെയ്യാനും കീര ചെയ്യാനും പച്ചക്കറി ചെയ്യുന്ന എല്ലാ പച്ചക്കറിക്കും ഈ 3 മാസങ്ങളിലാണ് കർഷകർക്ക് ശരിക്കും സമ്പത്ത് ഉണ്ടാകുന്നത്. ഈ കാരണങ്ങൾ, ഈ മഴ ഇല്ലാതിരിക്കുമ്പോൾ ഈ ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ശരിക്കും വിള കിട്ടും, മണ്ണിനകത്തിരുന്ന് കുരുക്കത്തില്ല. ഇതിപ്പോൾ എന്താ ചെറിയ മഴ ഒന്നടിച്ചതാണ്. നിങ്ങളെല്ലാവരും കാണണം ഞാൻ ഇത് പറയുന്ന കള്ളമാണോ ശരിയാണോ. ഇന്ന് 4 ദിവസം ഇവിടെ നമ്മളെ ഈ മണലിത്തിരി മഴ പെയ്തു. നോക്കിയേ, ലത്തീഫിൻ്റെ കപ്പലിൻ്റെ കുരുത്ത് നിൽക്കുന്നേ. അപ്പം എന്തുമാത്രം ഗുണനിലവാരമുള്ള കപ്പലണ്ടി ആയിരിക്കും ഇത്. മഴ ഒന്നും മണ്ണിൽ കണ്ടതേ ഉള്ളൂ, സംഗതി കൊടുത്ത്. അത് കർഷകർ തിരിച്ചറിയണം. ഇത് നമ്മൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഇതിനടുത്ത് എടുക്കാൻ വന്നാൽ ഒന്നും കിട്ടത്തില്ല. അത് അപ്പം ഇതിനകത്ത് എന്തുമാത്രം നല്ല ക്വാളിറ്റിയുള്ള കപ്പലണ്ടി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മഴ പെയ്തതേ ഉള്ളൂ, കുരുത്ത് വന്നു. ഇനിയിപ്പോൾ 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ നെൽകൃഷി ചെയ്യാൻ വരുമ്പോൾ ഇതിനകത്തു നിന്ന് തന്നെ ഒരു 20 കെട്ട് തോലിൻ്റെ ചാണകത്തിൻ്റെ മൂല്യമുള്ള നൈട്രജൻ എനിക്ക് കിട്ടും, കൃഷി ആവശ്യത്തിനുള്ളത്. അപ്പം വേറെ ചാണകം കുറച്ചിട്ടാൽ മതി, അടുത്ത നെൽകൃഷി ചെയ്യും. ഇതാണ് വെരി സിമ്പിൾ. 2 ദിവസം നിന്ന് കോരി 2 ദിവസം നിന്ന് കോരുമ്പോൾ 9, 9, 18, 1800. എത്ര കിലോ കപ്പലണ്ടി വയ്ക്കും, എത്രമാത്രം കാലിത്തീറ്റ കിട്ടും, എന്തും എല്ലാവർക്കും ചെയ്തുകൂടാ. ഞാൻ ഒന്ന് പറയുന്നത്, ഈ പറയുന്ന ആൾക്കാർ പറയുന്നതെല്ലാം പച്ചപ്പുളുവാണ്. കൃഷി ചെയ്ത് ഒരു മനുഷ്യനെ നശിച്ചിട്ടില്ല. പ്രളയം വന്ന് എന്തെങ്കിലുമൊക്കെ നശിക്കും. കൃഷി ചെയ്ത അന്നം കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളതെന്നറിയാം. അന്നം കൊടുക്കുന്നവന് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ കൃഷി ചെയ്യണം. തമിഴ്നാട്ടിലെ പച്ചക്കറി അവോയ്ഡ് ചെയ്യണം. 1 കരിയപ്പല, 2 പച്ചമുളക്. ഇത് 2ലും പച്ചമുളകൊക്കെ അവിടെ വന്നിരുന്ന ഒരാഴ്ച കഴിഞ്ഞാൽ വാടക കിടക്കുന്നു. ചീരയ്ക്ക് 15 മിനിറ്റ് കഴിഞ്ഞാൽ ചീര വാടിപ്പോവും. 4 ദിവസം കഴിഞ്ഞാൽ ചീര പാടൂല. ചിറ്റാറ്റുമുഖ ചന്തയിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ചീര കൊണ്ടുവന്ന 15 മിനിറ്റിലും വാടിപ്പോവും. ആൾക്കാരത് മാറ്റോട്ട് പോകും. അവർക്ക് അറിയാം, അത് മലയാളിയൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ വൈഫ് പുഴുന്നു. ഇതിന് വേണ്ടി ജീവിച്ച ആളാണ് നമ്മൾ. നീ മരിക്കുന്നത് വരെ കുറേ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നതാണ്. നാട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. നല്ല സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പുഴുവണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ മറ്റന്നാളെ വീട്ടിൽ കപ്പലണ്ടി വരും. കപ്പലണ്ടി മേടിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ കുറേ ഓർഡർ ആയിട്ടുണ്ട്. ഈ കപ്പലണ്ടി എടുത്ത് കഴുകി നിങ്ങൾ അവിക്കാനെ കൊണ്ട് ഈ ഉണക്കി അവിക്കരുത്. കഴുകി ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം വെച്ച് നമ്മളെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആവി കയറ്റി ഉപ്പ് തളിച്ച് കഴിക്കുക.
ഏറ്റവും കൂടുതൽ വൈറ്റാമിൻസ് ആണ്. ഹാർട്ടിനൊക്കെ ഏറ്റവും നല്ലതാണ്. പച്ചക്കപ്പലിൻ്റെയാണ് എല്ലാവരും വാങ്ങിക്കുന്നത്, ഉണക്കക്കപ്പലിൻ്റെ അല്ല, പച്ചക്കപ്പലിൻ്റെയാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. ഇത് അവിച്ച് തിന്നാണ് വാങ്ങിക്കുന്നത്. ശരിക്കും കാൽസ്യം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ്ട ഇതൊക്കെ ഉയരോട്ടിരിക്കുന്നതാണ്. ഇതിനൊന്നും മണ്ണ് വെച്ചാൽ മൊത്തം കപ്പലണ്ടിയാവും. ഇതാണ്ട ഇതൊന്നും വയ്ക്കാറില്ല, ഒറ്റ പ്രാവശ്യം മണ്ണ് വയ്ക്കുള്ളൂ. ഈ കുരു കണക്കിരിക്കുന്നില്ലേ, ഇതാണ് നൈട്രോജൻ എന്ന് പറയുന്നത്. ഈ മുഖക്കുരു കണക്കിരിക്കുന്നുണ്ട, ഇതിൻ്റെ ഇരിക്കുന്ന ഈ വേരിൽ കംപ്ലീറ്റ് ഉണ്ടാവും. കടുക് കണക്കിരിക്കുന്നുണ്ട. ഇതാണ്ട അടുത്ത കൃഷി നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻപുട്ട് വരുന്ന ഇതിൽ നിന്നാണ്. ഇത് വേരിനകത്ത് കപ്പലണ്ടി കാണുന്നില്ലെന്ന് എല്ലാവർക്കും അറിഞ്ഞാൽ ഞാൻ പറഞ്ഞ് വേരിനകത്ത് നേരത്തെ വരുന്ന വേരിനകത്ത് കപ്പലണ്ടി കാണും. ഇതാണ് വേര്, അടിയിലത്തെ വേര്. സംഭവം ഇത് കംപ്ലീറ്റ് വേരാണ്. വേരിനകത്ത് കപ്പലണ്ടി കാണൂല. ചിലർ ചേമ്പ് തോണ്ടിയെടുക്കും. ചേമ്പിനകത്തും ചേമ്പ് കിഴങ്ങ് കാണത്തില്ല. ചേമ്പിനകത്ത് മൊട്ട് വന്നിട്ടാണ് ചേമ്പ് കിഴങ്ങുണ്ടാവുന്നത്. ഒരു മുള വരും, മുള വന്നതിന് ശേഷം ചേമ്പ് കിഴങ്ങ്. അതേ കണക്ക് ആൾക്കാർ ചേമ്പിൻ്റെ മൂട്ടിൽ മണ്ണ് വെച്ച് കൊടുക്കും. മണ്ണ് വെക്കുന്നത് വളച്ച് തടം ഒടിച്ച് വെച്ചിട്ടാണ് മണ്ണ് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ചേമ്പ് കിഴങ്ങും കിട്ടില്ല. ഇതാ ഇപ്പം മൂടാണ്. ഇത് മൂട്ടിനകത്ത് കപ്പലണ്ടിയേ ഇല്ല. പൂ വന്നതിന് ശേഷം ഈ ഗ്രോത്ത് വന്നതിന് ശേഷം അതിൻ്റെ മൂട്ടിലാണ് തലപ്പിലാണ് കപ്പലണ്ടി ഇറങ്ങുന്നത്. എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. വെരി സിമ്പിൾ. എല്ലാവരും കൃഷി ചെയ്യണം. ഇതാണ്ട ഇതിനൊന്നും കപ്പലണ്ടി വന്നിട്ടില്ല, മണ്ണിലായിട്ടില്ല. ഓരോട്ട് കിടക്കുന്നാണ്ട തലപ്പ് വരെ ഉണ്ട്. അപ്പം ഇതിൽ മണ്ണ് വെച്ച് ഇതിൽ കപ്പലണ്ടി ആകുമ്പോൾ ഇത് പൊടിച്ചു പോകും. അപ്പോൾ ഒറ്റ പ്രാവശ്യം മണ്ണ് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് കുറേ പേര് വിളിച്ചിരുന്നു. കൂടുതലും വിളിച്ച മലപ്പുറം, കണ്ണൂർ ഭാഗത്തു നിന്നാണ്. അവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലണ്ടി എൻ്റെ വിത്ത് മാച്ച് നടേണ്ട കാര്യമില്ല. കപ്പലണ്ടി വിത്ത് മാച്ച് നടേണ്ട കാര്യമില്ല. കപ്പലണ്ടി മേടിക്കുമ്പോഴത്തേക്ക് തൊലിച്ച കപ്പലണ്ടി മാച്ച് നടരുത്. തൊലിച്ച കപ്പലണ്ടി പ്രത്യേകം മാച്ച് നടരുത്. കാരണം എന്താ വെച്ചാൽ മെഷീനകത്ത് ഹാർഡ് ചെയ്ത് പൊടിക്കുമ്പം ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടാവും, ചൂട്. ആ കപ്പലണ്ടി പൊടിക്കാൻ ചാൻസ് കുറവാണ്. തോടുള്ള കപ്പലണ്ടി തന്നെ മാച്ചിടണം. മാച്ചിട്ടതിന് ശേഷം നല്ല പാറ്റി നല്ല കപ്പലണ്ടി, നല്ല ഗ്രോത്തുള്ള കപ്പലണ്ടി നോക്കിയാൽ എടുത്ത് നടാവും. നട്ടിട്ട് നിങ്ങളത് ഒരു പ്രാവശ്യം എടുക്കാതെ ഇതൊരു 50 കപ്പലണ്ടി മാറ്റി വെച്ചിട്ട് അത് വിത്തെടുക്കും. വിത്തെടുത്തിട്ട് നട്ട് കഴിഞ്ഞാൽ ഇതട കിട്ടും. 100% ഇതട കിട്ടും. ഒരു വളവും വേണ്ട ഇതിനകത്ത്. ഈ മറ്റുള്ള പയർ ഇതിനകത്ത് ഒരു വളം വേണ്ട. നെല്ലിൻ്റെ വളങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഈ ലാസ്റ്റ് 2 പൂ നെല്ല് ചെയ്തിട്ട് ഇത് ഇടണമെന്ന് വെച്ചാൽ അടുത്ത കൃഷി ഉൽപ്പാദനം നൈട്രോജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇതിനാണ്. ഇനിയിപ്പം ഇതിനകത്ത് കംപ്ലീറ്റ് കാടും എല്ലാം മതി. ഇതിൻ്റെ വേസ്റ്റ് കൊണ്ട് തട്ടും. ഇത് കക്ക ഇടും, വെട്ടി ഇടിച്ചിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ വേസ്റ്റ് കിടക്കുന്ന ഇലകളെല്ലാം പൊടിഞ്ഞ് കിടപ്പുണ്ട്. ഇതെല്ലാം പൊടിഞ്ഞ് കിടപ്പുണ്ട്. ഇതെല്ലാം അഴുവും. ഇത് അഴുവി വെട്ടി മൂടി കക്ക ഇട്ട് അടുത്ത നെല്ല് നടും. പിന്നെ 10-15 ചൂട്ട ചാണാനും കൂടെ. എത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഒരു മൂട്ടിലിരിക്കുന്ന കപ്പലണ്ടിയാണ്. വേണമെങ്കിൽ നമുക്ക് ഒന്നെണ്ണ എണ്ണി നോക്കണം. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32, 34, 36, 38, 40, 42, 44, 46, 48, 50. ഇനി ഇത്രയും കൂടെ എണ്ണാണ്. അപ്പം നമ്മളെ മുതൽ മുടക്കിയതാണ്. പിന്നെ എന്തുകൊണ്ട് ആൾക്കാർക്ക് കൃഷി ചെയ്തു എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ആയിരിക്കും വയ്യ. ATM പോയി നമ്മളെ മാതാപിതാക്കൾ അപ്പന്മാർ ഒരു 10 സെൻറ്റ് പെരയുടെ ഇവിടെ കാണും. 2 മക്കൾ കൂടെ കൊടുക്കും. ഞാൻ ഉള്ള സത്യാവസ്ഥ പറയാം. മക്കൾ വിൽക്കും. 1 സെൻറ്റ് 30 ലക്ഷം രൂപ. 10 സെൻറ്റ് വിൽക്കുമ്പോൾ എത്രയായി? ഇത് കൊണ്ടുവന്ന് ബാങ്കിൽ തള്ളും. രാവിലെ പോയി ATM കുത്തി ഇങ്ങോട്ടെടുക്കും. ബാക്കി ഇൻട്രസ്റ്റ് പലിശയ്ക്ക് കൊടുക്കും. അത് കൊണ്ടുപോയി കിൻസിൽ മറ്റുള്ള ആനന്ദപുരി ഹോസ്പിറ്റലിൽ ഏക്കി കൊടുക്കും. എന്നെപ്പോലെ അധ്വാനിക്കുന്ന ആൾക്കാർ 62 വയസ്സ് ഇതായിരിക്കുന്നു. 62 വയസ്സ് ഇതായിരിക്കുന്നു. നമ്മൾ കുറച്ച് നാൾ ജീവിക്കും. എനിക്കിപ്പോൾ പെൻഷനുണ്ട്. എന്തുകൊണ്ട് ഇത് കൃഷി ചെയ്യില്ല എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ മകളുടെ മകളാണ്. കാഴ്ക്കുട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ മക്കളാരും
ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നില്ല. നല്ല വിദ്യാഭ്യാസം കേരളത്തിൽ കിട്ടുന്ന ഏക സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂൾ തന്നെയാണ്. നല്ല കൃഷിക്ക് ഭയങ്കര താല്പര്യമാണ്. എൻ്റെ കൂടെ വന്ന് കപ്പലണ്ടിയൊക്കെ കുടിച്ചിടാൻ അതേ കണക്ക് തന്നെ പുഴുതുങ്കളായി കുടിച്ചിടുകയും ചെയ്യും, പുഴുതുങ്കളായി. ശരിക്ക് ഈ കപ്പലണ്ടി പയറൈറ്റങ്ങൾ പച്ചക്കറിയൊക്കെ ശരിക്കും കഴിക്കും. അതുകൊണ്ട് മീനും പച്ചക്കറിയാണ് കൂടുതൽ കഴിക്കുക. ഇറച്ചിയൊന്നും കുറച്ചേ കഴിക്കുന്നത്.